നമ്മളൊരു പരീക്ഷണം ചെയ്യാൻ പോവുകയാണ്. ആസിഡും ആൽക്കലിയും കൂടി ചേരുമ്പോൾ ന്യൂട്രൽ ആകുന്നതാണ്. ആദ്യം 2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക. എന്നിട്ട് ഇളക്കുക, നല്ലോണം ഇളക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് സോപ്പും പൊടി ഇടുക. അപ്പോൾ നല്ല കട്ട ചോപ്പാവും. അത് കഴിഞ്ഞൊരു പ്ലേറ്റ് എടുത്തിട്ട് ഇതൊന്ന് കുറച്ച് ഒഴിക്കുക ഇതിലേക്ക്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിക്കുക. അപ്പോൾ അത് ജസ്റ്റ് മഞ്ഞപ്പൊടിയുടെ കളറിലേക്ക് മാറും. ആദ്യം വെള്ളം എടുത്തിട്ട് അതിലേക്ക് അപകാരം നടക്കുക. എന്നിട്ട് വിനാഗിരി ഒരു കുപ്പിയിലേക്ക് ആക്കുക. എന്നിട്ട് ആ ബലൂൺ അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാം. അത് വീർക്കും. നമ്മൾ സാധാരണ ബാറ്ററി തുടങ്ങുമ്പോൾ ചൂടാവാമല്ലോ. പക്ഷേ അലൂമിനിയം ഫോയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചൂടാവും. അത് നമുക്ക് തെർമോമീറ്റർ വെച്ച് നോക്കാം. അത് കൂടി വരുന്നുണ്ട്. എന്നിട്ട് എൻ്റെ തോന്നി ഇപ്പോൾ 100% അത്രയായി. അടുത്ത നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് വെക്കാൻ പോവുക. അതിനകത്ത് അപ്പക്കാരം ഇടണം. കുറച്ച് കൂടുതൽ അപ്പക്കാരം ഇടുക. എന്നിട്ട് അതിലേക്ക് അലൂമിനിയം ഫോയിൽ ഇങ്ങനെ ഉണ്ടയാക്കി വെച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുരുമുളക് പൊടി ഇടുക. എന്നിട്ട് അപ്പം അതിങ്ങനെ തൊടുമ്പോൾ കയ്യിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയുള്ളൂ, നീങ്ങൂല. അപ്പോൾ കുറച്ച് സോപ്പിൻ്റെ നമ്മളെ പാത്രം കഴുകണത് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ തൊടുക. അപ്പോൾ അത് വേറെ പാത്രത്തേക്ക് നീങ്ങിപ്പോവും. ഇനി വേറൊരു പരീക്ഷണത്തിലേക്ക് പോവുകയാണ്. ആദ്യം ഒരു സിറിഞ്ചിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ആ മുകളിലുള്ള ഇത് വിടുമ്പോൾ ആ വെള്ളം പോവും അതിൻ്റെ അപ്പുറത്തെ ഹോളിലൂടെ. അപ്പം നമുക്ക് കൈ കൊണ്ടൊന്ന് വെച്ച് നോക്കാം. ഒന്നുകൂടി നിറച്ചും വെള്ളം എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഈ ഹോളിലുള്ള ഭാഗം അടയ്ക്കുക. എന്നിട്ട് താഴത്തെ ഭാഗം തുറക്കും. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അതാ വെള്ളം പോവില്ല. അത് കഴിഞ്ഞത് വിട്ട് കഴിഞ്ഞാൽ അത് എയർ പ്രഷർ കൊണ്ടുള്ളതാണ്. ഇന്ന് നമ്മൾ ബലൂണിൻ്റെ എക്സ്പെരിമെൻ്റാണ് ചെയ്യാൻ പോണേ. ഇതിലൊന്ന് വെള്ളം നിറച്ച ബലൂണും ഒന്ന് വെള്ളം നിറയ്ക്കാത്തതാണ്. വെള്ളം നിറയ്ക്കാത്ത ബലൂണ് തീരെ വെച്ചാൽ പൊട്ടും. ഇനി നിറയ്ക്കാത്ത ബലൂണ് നമുക്ക് വെള്ളം നിറച്ച ബലൂൺ വെക്കാം. അത് പൊട്ടില്ല. കുറച്ച് വിനാഗിരി എടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് വയ്ക്കുക. പകുതിയോളം വേണം വയ്ക്കാം. എന്നിട്ട് ഓയിൽ വേണം. എന്നിട്ട് ഓയിൽ എടുത്ത് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് ഫുഡ് കളർ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് കുറച്ച് അപ്പക്കാരം ഇടാം. അപ്പോൾ നമ്മൾ ലാവാലാമ്പ് റെഡി.
ഷോർട്ടിംഗ് നീഡിലാണ് ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് നിറച്ചും വെള്ളം എടുക്കുക. നിറഞ്ഞ് തുളുമ്പണം അത്ര എടുക്കണം. അത് കഴിഞ്ഞിട്ട് സൂചി ഇട്ട് വെക്കുക. അത് മുങ്ങിപ്പോയി. എന്നിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ വീണ്ടും നിറയെ തുളുമ്പുന്ന രീതിയിൽ വെള്ളം എടുക്കുക. എന്നിട്ട് ഇതിൽ ചെറിയ പീസ് എടുക്കണേ. ഇതെടുത്ത് വെള്ളത്തിൽ കുറച്ചെടുത്താൽ മതി. ആ വെള്ളത്തിലിടുക. എന്നിട്ട് ആ സൂചി അതിൻ്റെ ഉള്ളിൽ ഇടുക. അതല്ലേ ഇത് പുതർന്നു കഴിഞ്ഞാൽ മെല്ലെ ഒരു പെന്നോ പെൻസിലോ വെച്ച് താഴ്ത്തണം. അപ്പോൾ ഇത് പൊന്തി കിടക്കുകയാണ്. ഇതാ എടുത്ത് മാറ്റി. ഇതിപ്പോഴും പൊന്തി കിടക്കുകയാണ്. അത് സർഫേസ് ടെൻഷൻ കൊണ്ടാണ്.